ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ഞാനും നിങ്ങളും ചെയ്യണം. 40 ദിവസവും ആ കട്ടിലൊന്നും കുഞ്ഞാനച്ചാൻ വന്ന് കിടക്കുകയല്ല, പൂജ കയറി കിടക്കുമായിരിക്കും. ജോയ് പാസ്റ്റർ അച്ചാനും ഞാനും എല്ലാം പിന്നെയും പെട്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. 2 ദിവസം, ഒന്ന് ജനന ദിവസം, 2 മരണ ദിവസം. ആ 2 ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായത് മരണ ദിവസമാണ്, ജനന ദിവസത്തേക്കാൾ. അതിന് പല കാര്യമുണ്ട്. ഇപ്പം ഇന്ന് കുഞ്ഞുമനച്ചാൻ്റെ കാര്യം എടുക്കാം, മരണ ദിവസമാണ് ഉത്തമം. അതിന് പല കാര്യമുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിന് ഈ പ്രാരാബ്ധവും ബന്ധപ്പാടും ഒന്നുമില്ല, അതെല്ലാം മാറി. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ വളരെ ബന്ധപ്പാടും ഉത്തരവാദിത്വവും കഷ്ടതയും ബുദ്ധിമുട്ടുമൊക്കെ എല്ലാം നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല. അദ്ദേഹം അതെല്ലാം കടിച്ചമർത്ത് ജീവിച്ച ആളാണ്. എന്നാൽ അതെല്ലാം മാറി. അടുത്ത കാലത്ത് ഒരു മരണ വീട്ടിൽ പോയപ്പോൾ ഒരു യൗവനക്കാരൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ വന്ന് വളരെ ദുഃഖത്തോടെ ആ ഡെഡ് ബോഡി കണ്ടപ്പോൾ പറഞ്ഞൊരു പദം നമ്മളെല്ലാവരും പറയുന്നതാ, കേൾക്കുന്നതുമാ, ബേബിച്ച നീ രക്ഷപ്പെട്ടല്ലോടാന്ന്. അത് ന്യായമായ ഒരു കാര്യമാണ്. കുഞ്ഞുമാനച്ചാൻ രക്ഷപ്പെട്ടു. ജോയ് പാസ്റ്റർ അച്ചാനും ഞാനും എല്ലാം പിന്നെയും പെട്ടിരിക്കുക, നിങ്ങളെല്ലാം പെട്ടിരിക്കുക. കുഞ്ഞുമാനച്ചാൻ രക്ഷപ്പെട്ടു. കാരണം ഇനി രോഗമില്ല, ക്ഷീണമില്ല, പ്രാരാബ്ധമില്ല, ബുദ്ധിമുട്ടില്ല, ആക്ഷേപം കേൾക്കണ്ട, നിന്ന കേൾക്കണ്ട, ടെൻഷനില്ല, രക്ഷപ്പെട്ടു. കൂടപ്പെട്ടവരോടൊരു കാര്യം കൂടെ പറയാം, അതൊരു രക്ഷയാ. അതിലുപരി ഒരു രക്ഷയുണ്ട്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തലിനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അപ്പോൾ ജനന ദിവസത്തേക്കാൾ വളരെ നല്ലതാ മരണ ദിവസം. അതിനൊന്ന് രക്ഷപ്പെട്ടു. 2, ഈ മരണ വീട്ടിലാണ് ഉടക്കുള്ളവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്നത്. കല്യാണ വീട്ടിൽ കൂടുകയില്ല. ഇപ്പൊ ചേട്ടത്തിയോ അനിയത്തിയോ ചേട്ടനോ അനിയനോ ആങ്ങളയോ പെങ്ങളോ നാത്തൂനോ അമ്മായിയമ്മയോ മരുമകളോ അല്ലെ അപ്പുറത്തുകാരോ ഇപ്പുറത്തുകാരൊക്കെ ഉടക്കാന്നേലും മരണം നടക്കുമ്പോൾ ഒന്നിച്ചിരിക്കും. എനിക്ക് ധാരാളം പേരെ അറിയാം. ചേട്ടത്തി അനിയത്തിയും കൊമ്പ് കോർത്ത് നിൽക്കുക. ചേട്ടത്തി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇവളെ എൻ്റെ അടിച്ചതിനകത്ത് കയറ്റുകയില്ല, പക്ഷെ അമ്മ മരിച്ചപ്പോൾ 2 പേരും അടുത്തിരിക്കുക. കുപ്പിവെള്ളം അങ്ങോട്ട് കൊടുക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതെ, ഇത് കല്യാണം നടന്നാൽ ഒക്കത്തില്ല. കല്യാണം നടക്കുമ്പോൾ പിന്നെ ഉടക്കുണ്ടാക്കുക, അപ്പുറത്തെ വീട്ടിൽ പോയിരുന്ന് കുരുക്കൊപ്പിച്ചു പോകും. പക്ഷേ മരണ വീട്ടിൽ അടുത്തടുത്തിരിക്കും. അത് മരണ ദിവസവും നടക്കുകയുള്ളൂ. അല്ല, വേറെ പുസ്തകം നിങ്ങൾ പഠിച്ചേ, അബ്രഹാം മരിച്ചു. അടക്കാൻ നേരത്ത് ഇസ്മായേൽ ഇസഹാക്കും ഉണ്ടായിരുന്നു. 2 ഉടക്ക, ഇസ്മായേലും ഇസഹാക്കും. പക്ഷെ അടക്കാൻ നേരത്ത് ഒന്നിച്ചു. ഇത് മരണ ദിവസം ഒക്കുകയുള്ളൂ. ഇസഹാക്ക് മരിച്ചു. യാക്കോബും ഏശാവും കൂടെ ചേർന്ന അടക്കിയത്. 2 കൊമ്പ. ഏശാവാന്ന യാക്കോബിനെ കൊല്ലാൻ നിന്നവനാ. പക്ഷേ അപ്പച്ച മരിച്ചപ്പം 2 പേരോട് പറഞ്ഞു, നമുക്ക് അഭിപ്രായ വ്യത്യാസമെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ ഒരു സെൻട്രൽ പാസ് മരിച്ചാൽ സെൻറ്ററിലുള്ള ലോക്കൽ ശുശ്രൂഷകന്മാർ ഉടക്കാന്നേലും അപ്പച്ചനെ അടക്കാൻ നേരത്ത് എല്ലാവരുടെ എത്ര എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മരണ ദിവസമാണ് നല്ലത്. യാക്കോബ് മരിച്ചു. മക്കളെല്ലാവരും കൂടെ ചേർന്ന യാക്കോബിനെ അടക്കിയത്. ഒരുത്തനെ യുവമാരെല്ലാം കൂടെ പിടിച്ച് പൊട്ടക്കണത്തി ഇട്ടതാ. പക്ഷെ അടക്കുന്ന സമയത്ത് ഒന്നിച്ചു. ഇത് മരണ ദിവസം നല്ലതാണ്. ഞാൻ വേഗത്ത് നിർത്താം. ഞാനും നിങ്ങളുമെല്ലാം ഒരു ദിവസം ഈ വഴി പോകണം. ഒരു ദിവസം പോയേ ഒക്കൂ.
എങ്ങോട്ട് പോകുന്നെന്ന് ഉറപ്പുണ്ടായിരിക്കണം. ഈയിടെ ഒരാളോട് ഞാൻ ചോദിച്ചു, എങ്ങോട്ട് പോകും? എങ്ങോട്ടേലും പോട്ടെന്ന്. എങ്ങോട്ടേലും അല്ല പോകേണ്ടത്, നിത്യതയിലെത്തണം. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അടുത്തത്, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ഞാനും നിങ്ങളും ചെയ്യണം. മരിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്താലും ഏക്കുകയില്ല. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വചനത്തിൽ നിന്ന് ഒരു ചെറിയ ഉദാഹരണം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ, യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ യോസേപ്പ് അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് ചുംബിച്ചു. യോസഫ് മരണ വീടുകളിൽ ഡെഡ് ബോഡി എടുക്കാൻ നേരത്തെ ലൈനായിട്ട് നിന്ന് ചുംബിക്കുന്ന കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങ് വന്ന് ചുംബിക്കുക, ഇപ്പം ടിഷ്യൂ ഇട്ടാ ചുംബിക്കുന്നത്. ഒത്തിരി പുരോഗമനമായി. ഈ എന്തുവാ അതിന് പറയുന്ന മുഖത്ത് വെക്കുന്ന മാസ്ക്, അതൊക്കെ വെച്ച് ചുംബിക്കുക. യോസേപ്പ് അപ്പനെ ചുംബിച്ചു, നല്ലതാ അന്ത്യചുംബനം. പക്ഷേ ചുമ്മാ വന്ന് ചുംബിക്കുകയല്ല, അപ്പന് ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ചാ ഒടുവിൽ ചുംബിച്ചത്. മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ചെയ്യാതെ കണ്ട് ഡെഡ് ബോഡി എടുക്കാൻ നേരത്ത് കമന്ന് കടന്ന് ഉമ്മ വെക്കുന്ന ധാരാളം എണ്ണത്തിനെ ഞാനും കണ്ടിട്ടുണ്ട്. 1-2 എണ്ണത്തിന് ഞാൻ ഉമ്മ വെക്കാൻ അനുവദിച്ചില്ല. എന്തിനാ ഉമ്മ വെക്കുന്നതെന്ന് ചോദിച്ചു. യോസേപ്പ് അന്ത്യോമ്പനം കൊടുത്തപ്പോൾ ഒന്ന്, അപ്പനെ കനാൻ നാട്ടിൽ നിന്ന് മിസ്രൈമിലോട്ട് കൊണ്ടുവരുവാൻ ഒന്ന് രഥമയച്ചു. മിസ്രൈമിലെ രഥമാ. സ്വന്തം മാതാപിതാക്കളെ പുതിയ വണ്ടി മേടിച്ചിട്ട് അതിനകത്ത് കയറ്റാത്ത ആൾക്കാരെ എനിക്കറിയാം. പുതിയ വണ്ടി മേടിച്ചിട്ട് അപ്പനെ അമ്മയെ അതിനകത്ത് കയറ്റാതെ. അതിന് മറുവശമുണ്ട്, പെമ്പള സമ്മതിക്കുകയല്ല. നിങ്ങളുടെ തള്ളയെങ്ങാനും മുൻനിർത്തി അതിൻ്റെ തനിനിറം. വണ്ടി എടുക്കുന്നതിന് മുന്നേ അവൾ കയറിയിട്ട് ബെൽറ്റ് വിട്ടു. പിന്നെ അവൻ എന്നാ ചെയ്യാനാ? മിണ്ടാൻ പറ്റുമോ? അങ്ങനെയുള്ള കേസുകൾ ചിലപ്പോൾ ഇതിനകത്തും കണ്ടെന്ന് വരാം. നോട്ടം കണ്ടിട്ട് എനിക്കൊരു ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി എണ്ണം ഉണ്ട്. പ്രാർത്ഥിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. മറുഭാഷ പറഞ്ഞാലൊന്നും കാര്യം. ചെയ്യേണ്ട കടമകൾ ഞാനും നിങ്ങളും ചെയ്യണം. തമ്പേറ് തല്ലി പൊട്ടിച്ചാൽ കാര്യം നടക്കുമോ? നമ്മളങ്ങ് കമത്ത് കിട്ടച്ചങ്ങ് അടിക്കുക, തീ കത്തിക്കുക. തീ എന്തോ കത്താൻ. പെട്ടെന്ന് പോകാൻ കുറയാച്ച, ഇപ്പം പോയേക്കാം. യോസേപ്പ് രഥമയച്ചു. 2, അപ്പനെയും സഹോദരങ്ങളെ 1-2 പേരല്ലേ 70 പേരെ ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിച്ചു. നല്ല ദേശവും കൊടുത്തു. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് അപ്പൻ മരിച്ചപ്പോൾ അന്ത്യചുംബനം അങ്ങനെ കൊടുക്കാവൂ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നാഴി വെള്ളം കൊടുക്കുകയല്ല, ഉരി അരി കൊടുക്കുകയല്ല, ഒരു തൂവാല പോലും മേടിച്ചു കൊടുക്കുകയല്ല. അവസാനം ഡെഡ് ബോഡി എടുക്കാൻ നേരത്ത് അങ്ങ് കമന്ന് കിടന്ന് ഉമ്മവപ്പ. ഒത്തിരി എണ്ണത്തിനെ എനിക്കറിയാം. നിർത്തുക, പോവുക. ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ഇന്ന് രാത്രി കുഞ്ഞുമാനച്ചാൻ ഈ വീട്ടിലോ ഈ ഹോളിൻ്റെ സൈഡിലോ ആ റബ്ബർ തോട്ടത്തിലൊന്നും വന്ന് നിൽക്കത്തില്ല. നാളെ രാത്രി ഇതിൽ എങ്ങും കറങ്ങി നടക്കത്തില്ല. 5-6 ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ കുഞ്ഞുമാനച്ചാൻ അനങ്ങുന്നെന്ന് തോന്നുക, ഒന്നും ഇവിടെ വന്ന് അനങ്ങുകയല്ല. 40 ദിവസവും ആ കട്ടിലൊന്നും കുഞ്ഞാനച്ചാൻ വന്ന് കിടക്കുകയല്ല. പൂച്ച കയറി കിടക്കുമായിരിക്കും. കുഞ്ഞാനച്ചാൻ വന്ന് കിടക്കത്തില്ല. ഇനി കുഞ്ഞുമാനച്ചാൻ എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു വീണ്ടും വരും, കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ച കോടി വിശുദ്ധന്മാർ ഉയർത്തു വരുന്ന വേളയിൽ നമ്മെ വിട്ട് കർത്താവിൽ മൺമറഞ്ഞ വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശിയെടുത്ത് വേർപാട് പാലിച്ച് ഓരോ ദിവസവും വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കും. യേശു പറയുക, ഇങ്ങനെ എപ്പോഴും എൻ്റെ കൂടിരിക്കും.
തന്നോട് കൂടെ ഇരുത്താൻ. ആ പ്രത്യാശ ഏവരെയും ഭരിക്കട്ടെ. കുടുംബാംഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, കണ്ണടയുന്നതിന് മുമ്പ് സകല എണ്ണവും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അതിന് ശുശ്രൂഷ ഉതകട്ടെ. സമയം തന്ന കർത്തദാസന്, സഭയ്ക്കും കുടുംബാംഗങ്ങൾക്കും നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.